ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ബെഫിയുടെ 44ാം സ്ഥാപക ദിനം ആചരിച്ചു. പാലക്കാട് ജില്ലാ പ്രസിഡന്റ് എ രാമദാസ് രാവിലെ പതാക ഉയർത്തി. വൈകിട്ട് കനറ ബാങ്ക് സുൽത്താൻപേട്ട ശാഖയുടെ മുന്നിൽ നടന്ന പൊതുയോഗം സജി വർഗീസ് ഉദ്ഘാടനം ചെയ്തു. 1975 ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ ഉണ്ടായിരുന്ന കാലയളവിൽ ആ സംഘടനയാണ് ആദ്യമായി ശ്രീമതി ഇന്ദിരാഗാന്ധിയെ പിന്തുണച്ചുകൊണ്ടുള്ള സന്ദേശം അയച്ചത്. അന്ന് ശമ്പള പരിഷ്കരണ ചർച്ചകൾ ഡ്യൂവായി നിൽക്കുന്ന സമയമായിരുന്നു. 2 വർഷക്കാലം അതിനെക്കുറിച്ച് ശബ്ദിക്കാതെ ഇന്ദിരാഗാന്ധിയുടെ 20 പരിപാടികൾ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സന്ദേശവുമായി ഒരു ഭാഗത്ത് സംഘടനയുടെ എംബ്ലവും മറുഭാഗത്ത് ഇന്ദിരാഗാന്ധിയുടെ ചിത്രവും വെച്ചുകൊണ്ടുള്ള പ്രചരണമാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത്. അക്കാലയളവിലൊക്കെ തന്നെ ഈ സംഘടനയ്ക്കുള്ളിൽ അതിശക്തമായി ഇതിനെ ചോദ്യം ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു, ചോദ്യം ചെയ്യുന്ന വ്യക്തികളുണ്ടായിരുന്നു. അവർ AIBA എന്ന് പറയുന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്ത സംഘടനാ നേതാക്കൾ തന്നെയാണ് ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയ്ക്കും 80കളുടെ തുടക്കത്തിൽ രൂപം നൽകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. കേരളത്തിലെ സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെടുമ്പോൾ പാലക്കാട് നടന്ന AKBFന്റെ സംസ്ഥാന സമ്മേളനം, ആ സംസ്ഥാന സമ്മേളനത്തിൽ പിന്നീട് SPT സ്റ്റാഫ് യൂണിയനിലെ പ്രധാനപ്പെട്ട പ്രവർത്തനമായി മാറിയ സഖാവ് ഒരു പ്രമേയം അവതരിപ്പിക്കുകയാണ്. ആ പ്രമേയം അവതരിപ്പിക്കാൻ അനുവദിക്കുന്നില്ല. അത്തരത്തിലുള്ള ജനാധിപത്യവിരുദ്ധമായിട്ടുള്ള നടപടികളാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരുന്നത്. അതിനെയെല്ലാം ചോദ്യം ചെയ്തുകൊണ്ടാണ് 1982 കേരളത്തിൽ ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ രൂപീകൃതമാവുന്നത്. ജില്ലാ സെക്രട്ടറി KC പ്രവീൺ, സംസ്ഥാന കമ്മിറ്റി അംഗം പ്രശാന്ത്, ഏരിയ സെക്രട്ടറി R ജയേഷ്, N ധനേഷ് എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.